അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തിലെ 2 പേർ പിടിയിൽ. 2 ടാൻസാനിയൻ പൗരന്മാരെ പഞ്ചാബിൽ നിന്നാണ് പിടികൂടിയത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, പ്രതികളെ കേരളത്തിലെത്തിച്ചോ? പ്രതികളെ ഇപ്പോൾ കുന്ദമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അല്പസമയം മുൻപാണ് അവരെ കുന്ദമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഒരുപക്ഷെ കേരള പോലീസിന്റെ ചരിത്രകാല പ്രവർത്തനങ്ങളിൽ ഏറ്റവും അഭിനന്ദനാർഹമായൊരു പ്രവൃത്തിയാണ് കേരള പോലീസ് നടത്തിയിരിക്കുന്നത്. ഈ ടാൻസാനിയൻ പൗരന്മാരായിട്ടുള്ള ഡേവിഡ് എൻഡമിയുടെ പെൺ സുഹൃത്തായിട്ടുള്ള അറ്റ്ക ഹരുണ മയോങ്ക എന്നിവരെയാണ് പഞ്ചാബിൽ വെച്ച് പിടികൂടിയത്. ഈ ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP A ഉമേഷ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒരുപക്ഷെ സാധാരണ മയക്കുമരുന്ന് കേസുകൾ പ്രതികളിൽ മാത്രം അവസാനിക്കുന്നിടത്ത് ഇപ്പോഴിതാ നിങ്ങൾ അതിൻ്റെ ഉറവിടം തേടിപ്പോയി അതിൻ്റെ ഒരു വലിയൊരു ഘട്ടം പിന്നിട്ടിരിക്കുന്നു. ഇതൊരു ടീം വർക്കാണ്. ഇപ്പം ഞങ്ങൾ മാത്രമല്ല, നാട് ഒരുമിച്ച് ഞങ്ങളോടൊപ്പം ഉണ്ട്. ആ ആവേശം ഞങ്ങളുടെ അന്വേഷണത്തിലുണ്ട്. ഞങ്ങൾ കുറേ ദിവസങ്ങളോളം പോയി. കഴിഞ്ഞ ജനുവരിയിൽ ഈ കേസുണ്ടായി. ജനുവരി കേസുണ്ടായിട്ട് അവിടെ കൊണ്ടുപോയി നമ്മൾ ഡൽഹിയിൽ പോയി താമസിച്ച് ഇവരെ അന്വേഷിച്ച് വരുമായിരുന്നു 2 പോലീസ് ഉദ്യോഗസ്ഥർ. അവർ വിവരങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ബാക്കി ടീം പോയി പിടിക്കുന്നത്. നമ്മൾ ഇപ്പം നീ കാണുന്ന അത്ര സുഖകരമല്ല അവിടെ പോയി ഒരാളെ പിടിച്ചു വരിക എന്നുള്ളത്. പിടിക്കാൻ പോകുന്നവർക്ക് അതിൻ്റെ റിസ്ക് അറിയാം. വളരെ റിസ്ക് എടുത്തിട്ടാണ് നമ്മളെ പോലീസ് അവരെ പിടിച്ചിരിക്കുന്നത്. റിസ്ക് എടുത്താലും ശരി, ഈ യുദ്ധത്തിൽ ഞങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. ഒരു സന്ദേശം സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുന്നത്, കേരള പോലീസ് കേരളത്തിലേക്ക് വരുന്ന ലഹരി മരുന്നിൻ്റെ ഉറവിടങ്ങൾ തേടി എത്തുമെന്ന് ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡിറ്റക്ഷൻ ആയത്. ഇതിൽ ഒന്നാമത് എൻ്റെ ടീമിലെ എല്ലാവരുടെയും ആ ടീം വർക്ക്, അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഡേവിഡ് എൻഡമി, അറ്റ്ക ഹരുണ മയോങ്ക, ഈ 2 പേർ ടാൻസാനിയൻ പൗരന്മാരാണ്. ഈ യുവതിയും യുവാവും. ഇവർ ഈ നോയിഡ കേന്ദ്രീകരിച്ച് ഇവർക്ക് ഈ ലഹരിയുടെ കുക്കിംഗ് ഹൗസുകൾ ഉണ്ടായിരുന്നു എന്ന് പറയും. അതായത് നമ്മൾ ആദ്യം 2 പേരെ പിടിച്ചു. ആ 2 പേരെ പിടിക്കുന്നത് തന്നെ ചെറിയ ചെറിയ കേസുകളിൽ ഉൾപ്പെട്ട ആളുകളെ അന്വേഷിച്ച് പോയിട്ടാണ് വലുതിലേക്ക് എത്തുന്നത്. ഒരു 227 ഗ്രാം MDMA പിടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. 227 ഗ്രാം മാത്രം ഗ്രാം പിടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അത് വലിയ ഒരു ഡിറ്റക്ഷനാണ്. ആ ഡിറ്റക്ഷന് ശേഷവും നമ്മൾ നിർത്തിയില്ല. അതിന് ശേഷം ഇവർക്ക് എവിടുന്ന് കിട്ടി? അങ്ങനെ നോക്കുമ്പം നമ്മൾ കാണുന്നത് ബാംഗ്ലൂരും ഇവിടെ മാറി മാറി ലൊക്കേഷനിലെ ആളുകളാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അതും മലയാളിയാണ്. നമ്മൾ അതുവരെ വിചാരിച്ചിരിക്കുന്നത് ഒരു ബാംഗ്ലൂർ സ്വദേശിയായിട്ട് ആൾ ബാംഗ്ലൂരുകാരോ കൊടുക്കുന്നു എന്ന രീതിയിൽ. അവിടെ ചെന്നും അവിടെ ഒരു മലയാളിനെ കിട്ടുകയാണ്. അതും കിടന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ കുറേ നമുക്ക് ഇനിയും കുറച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും നമ്മുടെ അന്വേഷണത്തിലുള്ളതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. ആ കടമ്പകൾ കടന്ന് നമ്മൾ പോയിട്ട് മേലോട്ട് ചെല്ലുമ്പോൾ ഈ പണമൊക്കെ എവിടെ ചെല്ലുന്നു നോക്കുന്ന സമയത്ത് പണങ്ങളൊക്കെ ചെല്ലുന്നത് വലിയൊരു എമൗണ്ട് കൂടി ചെല്ലുന്നത് 1 കോടിയോളം രൂപയൊക്കെ ചെല്ലുന്നത് ഒരു അക്കൗണ്ടിലേക്കാണ്. ആ അക്കൗണ്ടിൽ നിന്ന് മനുഷ്യരായി പോകുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ നോക്കുകയാണ്. അവിടെ നോക്കുമ്പോൾ പ്രൊഫഷണൽ കോളേജിൽ ഏറ്റവും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥിയായ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആയിരിക്കുന്ന 2 പേരിലേക്ക് എത്തിച്ചേരാണ്. അതിന് ഇനി അങ്ങോട്ട് ഇവരാർക്ക് കൊടുത്തു എന്ന രീതിയിലേക്കും കൂടി ഈ ഫണ്ട് എവിടെ പോകുന്ന രീതിയിൽ നമുക്ക് ചെറിയ ഇൻഫർമേഷൻസ് ഉണ്ട്. അതിൻ്റെ ഉറവിടങ്ങളിലേക്ക് നമ്മൾ പോകും. അങ്ങനെ വരുമ്പം രാജ്യം കടന്നു പോകേണ്ട ഒരു അന്വേഷണമായിട്ട് ഇത് മാറുകയാണ്. ഏകദേശം ഞങ്ങൾ പരിധി കഴിഞ്ഞാൽ ഞങ്ങളത് മറ്റു ഏജൻസിക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് മേലുദ്യോഗസ്ഥരുമായി സംസാരിച്ച് ഒരു തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകും. ഏതായാലും ഇതിൻ്റെയൊക്കെ കാരണം നാട് ഉണർന്നതാണ്. എല്ലാവരും ഒരുമിച്ചുണ്ടാവും. ഞങ്ങളുടെ കൂടി ആവേശമുണ്ട്. ഇതൊരു കൂട്ടായ്മ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം. ഈ ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും ഇൻഫോം ചെയ്യണം. ഇത് ഉപയോഗിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് പിടിക്കപ്പെട്ടാൽ 180 ദിവസം ജാമ്യം പോലും കിട്ടാതെ ആദ്യം അകത്ത് കിടക്കണം. അത് കഴിഞ്ഞാൽ 10 മുതൽ 14 വർഷം വരെയൊക്കെ ചുരുങ്ങിയത് തടവ് കിട്ടുന്ന കേസാണ്. ശരിയായ രീതിയിൽ അക്കൗണ്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ ഊരിപ്പോരാൻ കഴിയാത്ത അവസ്ഥ വരും. ഇത്രയും കാര്യം മനസ്സിലാക്കി ഈ വിപത്തിൽ വേണോ വേണ്ടേന്ന് അവരെന്നെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മുടെ മക്കൾക്ക് കൂടി ഒരു അലേർട്ടാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി ഈസി വേ അല്ല ഇത് ഡേർട്ടി ബിസിനസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. എന്തായാലും ഇനിയും ഒരു തുടരന്വേഷണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP A ഉമേഷ് വ്യക്തമാക്കുന്നത്. ഈ ജനുവരി 21 ഇതിൻ്റെ ഒരു തുടക്കം. കുന്നമംഗലത്ത് വെച്ച് 2 പേരിൽ അഭിനവും ഒപ്പം തന്നെ ഒരു കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശിയിൽ നിന്നും MDMA പിടികൂടുന്നു. 221 ഗ്രാമിലധികം MDMA ആയിരുന്നു അന്ന് പിടികൂടിയത്. അത്
സാധാരണയായി അവിടെ അവസാനിക്കേണ്ടിയിരുന്ന പ്രോസസ്സാണ്. പക്ഷേ അന്ന് ഈ കുന്നമംഗലം SHO ആയിട്ടുള്ള S കിരണിന്റെ നേതൃത്വത്തിലുള്ള സംഘം, SI നിതിൻ അടക്കമുള്ള സംഘം, അതിൽ അജീഷുണ്ട്, ബിജുവുണ്ട്, മറ്റു ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളുണ്ട്. ഇവരെല്ലാം തന്നെ കൂടിച്ചേർന്ന് ഇതിന്റെ ഉറവിടം കണ്ടെത്തണമെന്നൊരു ദൃഢനിശ്ചയത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ഇവർ പ്രധാനമായി ആ ടീം അംഗങ്ങൾ എന്ന് പറയുന്നത് SHO ആയിട്ടുള്ള S കിരൺ, ഒപ്പം തന്നെ SI നിതിൻ, PC ബിജു, K അജീഷ്, M വിജേഷ് എന്നിവരാണ്. അതിൽ തന്നെ 2 പേർ ഡൽഹിയിൽ ഫീൽഡ് തല അന്വേഷണം നടത്തി. അങ്ങനെയൊക്കെയാണ് ഇവരെ ഏകദേശം ഈ ഡേവിഡ് എൻഡമിയിലേക്കും അറ്റ്ക ഹരുണ മയോങ്കയിലേക്കും എല്ലാം തന്നെ എത്തുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, ഈ ഡേവിഡ് എൻഡമിയുടെ അക്കൗണ്ടുകൾ, വിവിധ അക്കൗണ്ടുകളിലൂടെ ഈ ചെറിയ കാലയളവിനുള്ളിൽ 1 കോടിയോളം രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നതായി കണ്ടെത്തുന്നു. ഈ അറ്റ്ക ഹരുണ മയോങ്കയുടെ വിവിധ അക്കൗണ്ടുകളിൽ നിന്നും 30 ലക്ഷത്തിലധികം രൂപയുടെ ട്രാൻസാക്ഷനുകൾ നടന്നതായി കണ്ടെത്തുന്നു. ഇവരെ താമസ സ്ഥലത്ത് നിന്നാണ് പിടികൂടുന്നത്. ഇവർ പഞ്ചാബിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയായ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ, അതിൽ തന്നെ ഡേവിഡ് എൻഡമി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ്. 22 വയസ്സ് മാത്രമാണ് ഡേവിഡ് എൻഡമിക്ക് ഉള്ളത്. പെൺ സുഹൃത്തായ അറ്റ്ക ഹരുണ മയോങ്കയ്ക്ക് ഉള്ളത് 21 വയസ്സാണ്. അവർ BBA വിദ്യാർത്ഥിനിയാണ്. അവിടെ ടാൻസാനിയയിൽ നിന്നും ഇവിടെ പഠിക്കാനെത്തി. പഞ്ചാബിലെ നോയിഡയിൽ വിവിധ ലഹരിയുടെ പ്രൊഡക്ഷൻ ഹൗസുകൾ തുടങ്ങി അവിടെ നിന്നും ഈ ലഹരി മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ച് നേരെ ബാംഗ്ലൂരുവിലേക്കും മറ്റുമൊക്കെ എത്തിച്ച് പിന്നീടാണ് അത് കേരളത്തിൽ ആവശ്യക്കാർക്ക് എത്തുന്നത്. ഇതിന്റെ ഒരു നാശത്തിന് ഇരയാകുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളാണ്. മാത്രമല്ല ഇവരുടെ താമസ സ്ഥലത്ത് നിന്നും 2 ലാപ്ടോപ്പുകളും 3 മൊബൈൽ ഫോണുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ വ്യോമമാർഗമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ച് അവിടെ നിന്നും റോഡ് മാർഗമാണ് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. അല്പം മുൻപ് DCP അരുൺ K പവിത്രൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇതിൽ ശക്തമായ തുടർ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ കുന്നമംഗലം മജിസ്ട്രേറ്റ് മുൻപാകെ ഈ പ്രതികളെ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൃത്യമായ തുടരന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. ശരി, വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു റിയാസ് KMR.